ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ക്ഷേത്രോത്സവം 8-ാം ദിവസമാണ് കേട്ടോ. അപ്പോൾ 8-ാം ദിവസത്തെ ഉത്സവ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ്. ഇത് കിഴക്കേ നടയിലെ പന്തലാണ് കേട്ടോ. നല്ല അലങ്കാര ലൈറ്റുകളും എല്ലാം ഉള്ള നല്ല ഭംഗിയോട് കൂടി ഒരുക്കിയിട്ടുള്ള കിഴക്കേ നടയിലെ പന്തലാണ്. ഇന്ന് ചെറിയതല്ല, നല്ലൊരു തിരക്കുണ്ട്. ഇന്നിപ്പോൾ 8-ാം ഉത്സവം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ നല്ല തിരക്കായിരിക്കും. കാരണം നാളെ പള്ളിവേട്ടയാണ്, മറ്റന്നാൾ ആറാട്ടുമാണ് കേട്ടോ. അതോടുകൂടി ഉത്സവം സമാപിക്കും. 10 ദിവസത്തെ ഉത്സവം സമാപിക്കും. അപ്പോൾ നല്ല തിരക്കായിരിക്കും നാളെയും മറ്റന്നാളൊക്കെ. ഇന്നും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗുരുവായൂരിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിലൊക്കെ ഇതുപോലെ അലങ്കാരങ്ങളും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. ഇതെൻ്റെ സുഹൃത്ത് അമിരേഷാണ്. അവനും എൻ്റെ കൂടെ ഉത്സവ കാഴ്ചകൾ കാണാൻ കൂടിയതാണ്. അപ്പോൾ ഞാൻ അവനും കൂട്ടി ഒരു വീഡിയോ എടുത്തതാണ്. നമ്മുടെ ശ്രീവത്സത്തിലെ ജീവനക്കാർ, ശ്രീവത്സം പാഞ്ചജന്യ ജീവനക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു രൂപമാണ് ഇട്ടത്. ശ്രീവത്സത്തിൻ്റെ മുന്നിലാണ് ഈ രൂപം ഒരുക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ പടിഞ്ഞാറ് നടയിലെ ഓട്ടോ പാർക്കിൽ അവർ ഒരുക്കിയിട്ടുള്ള ഒരു രൂപമാണ്. ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളുടെ മുന്നിലും ഇതുപോലെ ഓരോ രൂപങ്ങളും, നല്ല നല്ല ഭംഗിയുള്ള രൂപങ്ങളും, കൃഷ്ണൻ്റെ പല രൂപങ്ങളും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. ഇനി 2 ദിവസം ഗുരുവായൂർ ആകെ ഒരു വെളിച്ചത്തിൻ്റെ, ഒരു അലങ്കാരത്തിൻ്റെ, ഏത് ഭാഗത്ത് നോക്കിയാലും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തെക്കേ നടയിലാണ്. തെക്കേ നടയിൽ വലിയ തിരക്ക് ഇപ്പോൾ ഇല്ല. സ്വതവേ എല്ലായിടത്തും തിരക്കുണ്ട്. ഇത് നമ്മുടെ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു രൂപമാണ്. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു രൂപം കണ്ടപ്പോൾ. നല്ലൊരു ഓമനത്തുള്ള ഒരു കൃഷ്ണൻ, നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിലും കടകളുടെ മുന്നിലുമൊക്കെ നമ്മൾ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഇതുപോലെ പറ വയ്ക്കും. എല്ലാവരും പറ വയ്ക്കും. ഭഗവാൻ ഗ്രാമപ്രദക്ഷിണം നടത്തും. അപ്പോൾ എല്ലായിടത്തും നല്ല രസമായിരിക്കും കേട്ടോ. നാളെയും മറ്റന്നാളൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. നാളെ പള്ളിവേട്ട കഴിഞ്ഞാൽ മറ്റന്നാൾ ആറാട്ട് കുളിക്കാനും ആറാട്ട് കുളിച്ച് തൊടാനും എല്ലാ ഭക്തജനങ്ങളും വരും. അപ്പോൾ നല്ല തിരക്കായിരിക്കും ഗുരുവായൂർ. എന്തായാലും ഇതൊക്കെ ജീവിതത്തിലൊരു അനുഭവമാണ്. എല്ലാവരും ഗുരുവായൂർ ഉത്സവം മറ്റന്നാൾ സമാപിക്കും. അതിൻ്റെ മുന്നോടിയായിട്ട് ഗുരുവായൂർ എല്ലാവരും എത്തിച്ചേരുക. നമുക്ക് ഗുരുവായൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരും ഉത്സവമാണ്. ഒരു പ്രദേശത്തിൻ്റെ മാത്രം ഉത്സവമല്ല. ഗുരുവായൂർ നമ്മളെ ലോകത്തിലെ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ക്ഷേത്ര നഗരി ആയതുകൊണ്ട് എല്ലാവരും ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും ഉത്സവത്തിൽ പങ്കുചേരുക. അപ്പോൾ ഭഗവാൻ ഇന്ന് 8-ാം ഉത്സവത്തിൽ ഇന്ന് മാത്രമാണ് ഭഗവാനെ പുറത്തേക്ക് പഴുക്ക മണ്ഡപത്തിൽ വെക്കുന്നത്. നാളെ പുറത്ത് ഉണ്ടാവില്ല. ഇന്ന് അവസാനത്തെ ദിവസമാണ് ഭഗവാനെ പുറത്തേക്ക് വെക്കുന്നത്. അപ്പോൾ അത് കാണാൻ എന്തായാലും പോകണം. എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു 1 മണി 2 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതിന് പോകണമെന്ന് അവസാനത്തെ അല്ലേ. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ ഉത്സവത്തിൽ പങ്കെടുക്കുക. ഇതുപോലെ ഓരോ വീഡിയോകളുമായിട്ട് ഇനിയും വരാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം ഉത്സവ ആശംസകൾ. മൃദുൽ ഷാ ഗുരു.